ഞാനൊരു കാര്യം പറഞ്ഞാൽ സിസ്റ്റർ കേൾക്കൂ? എന്താ പറഞ്ഞോളൂ. ഇത് എങ്ങനെയുണ്ട് നമ്മുടെ പേഷ്യന്റ്? യു ആർ ഓൾ റൈറ്റ്. ഓക്കെ, വെരി ഗുഡ്. എവറിത്തിങ് ഈസ് ഫൈൻ. ഇപ്പൊ ക്ഷീണമൊന്നും തോന്നില്ലല്ലോ? ഇല്ല. നിങ്ങൾ രാത്രി കൂടെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? അനിയത്തി വീട്ടിൽ പോയോ മോളെ? ഇല്ല, അവക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. ഡ്യൂട്ടി റൂമിലുണ്ട്. അവന്റെ കളി ഇന്നലത്തോടെ തീർന്നിരിക്കുന്നു. ഇനി നമ്മൾ ആ ഗോൾ അടിക്കാൻ പോകുന്നത് എങ്ങനെയെന്നാ പറയാം. പക്ഷെ ഇത് തമാശയല്ല, വളരെ സൂക്ഷിക്കണം. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. സൂര്യൻ തിരുമേനി വന്നാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവും. അതുവരെ ഞങ്ങൾ പറയുന്ന ഒന്നനുസരിക്കണം. എന്നാ പോയിട്ട് രാവിലെ വരാം. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. കമോൺ ബിഷ, ഇനി അവൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ പൊന്ന് സിസ്റ്ററെ, ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാമോ? ഇതിൻ്റെ മണം കേട്ടിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു. മാറ്റരുതെന്ന് അവർ പറഞ്ഞിട്ട് പോയത്. എങ്ങാണ്ട് നിന്നും വന്നൊരു പള്ളിയിൽ അച്ഛനും വേറൊരു പ്രാന്ത മനുഷ്യനും കൂടെയാണോ ഇവിടുത്തെ ചികിത്സ നടത്തുന്നത്? ഇതെല്ലാം വെറും അന്ധവിശ്വാസമാണ്. എന്നാലും പ്രായം ചെന്നവരല്ലേ എന്ന് കരുതിയാ. അതൊക്കെ അവരുടെ വീട്ടിൽ കൊണ്ട് വെക്കട്ടെ. എൻ്റെ മുറിയിൽ ഇതൊന്നും വേണ്ട. അതെടുത്ത് മാറ്റ. എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നു. ശരി, ഞങ്ങൾക്ക് ഈ കുരിശിലൊന്നും വിശ്വാസമില്ല. അതും കൂടി എടുത്തങ്ങ് മാറ്റിക്കും. എന്നിട്ടാ ജനാല തുറന്നിടും. സ്വല്പം വായു കയറട്ടെ. അതൊന്നും ഇവിടെ വെക്കണ്ട. വല്ലാത്ത മണം. പുറത്തു കൊണ്ട് വെക്കും. ചേച്ചിക്ക് കാപ്പി വല്ലതും വേണോ? വേണമെങ്കിൽ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയിട്ട് വരാം. ഒരു കാപ്പി കിട്ടിയാൽ കൊള്ളായിരുന്നു. വാങ്ങിയിട്ട് വരാം.
സൂര്യൻ തിരുമേനിയുടെ മകൾ മരിച്ചുപോയി. അതറിഞ്ഞിട്ടാ ഞാനും വന്നത്. കം. ഈ ദുരന്തം നിങ്ങൾ വിളിച്ചു വരുത്തുകയായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ പുച്ഛമായിരുന്നല്ലോ. ഈ പോയ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ ഡോക്ടർക്ക് കഴിയുമോ? ഞങ്ങൾ ഇവിടുന്ന് പോയത് 9 മണിക്കാണ്, ഇപ്പൊ 12 മണി. ഇതിനിടയ്ക്ക് ഇവിടെ ഇരുന്ന് കുരിശും പൂക്കളൊക്കെ എടുത്ത് മാറ്റിയതാണ്. ക്ഷമിക്കണം, ഞാനാണ്. താരച്ചിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് എടുത്ത് മാറ്റിയത്. അതൊക്കെ മാറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നാണോ അങ്ങ് പറയുന്നത്? എങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി? എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടും ഡോക്ടർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. ഇതിനൊക്കെ ഉത്തരവാദി അവനാണ്, അവൻ മാത്രം. കൗണ്ട് ഡ്രാക്കുള, ഈ ലോകം കണ്ടയിൽ ഏറ്റവും ഭീകരനായ പിശാച്, ദ മോസ്റ്റ് ഡേഞ്ചറസ് ബ്ലഡ് സക്കിംഗ് വാമ്പയർ. ആ പിശാച് ഈ മുറിയിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. പല വേഷത്തിലും രൂപം മാറി നടക്കാൻ കഴിവുള്ളവനാണ് ഡ്രാക്കുള. പല്ലി ഇഴയും പോലെ എത്ര നില കെട്ടിടത്തിലും അവൻ ഇഴഞ്ഞു കയറും. അതിലുപരി കുറച്ചു ദൂരം പറക്കാനും കഴിയും. 20-ലേറെ മനുഷ്യരുടെ ശക്തിയുള്ള ആ രക്തരക്ഷത്തിനെ നേരിടുക അത്ര നിസ്സാരമല്ല. നിങ്ങൾ ഈ കാണുന്നത് ഈ പെൺകുട്ടിയുടെ ശവശരീരമല്ല, മരിച്ചിട്ടും മരിക്കാത്ത ഡെത്ത്ലെസ് ബോഡിയാണ്. നാളെ മറ്റൊരു വാമ്പയറായി മനുഷ്യരക്തം കുടിച്ച് ഇവളും ഈ നാട്ടിലായി. ഡ്രാക്കുളയുടെ രക്തം അത്രമേൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വൈറസാണ്. ഇവളും ഒരു പിശാചാകാതിരിക്കണമെങ്കിൽ ഇവളുടെ ശരീരത്തിൽ നിന്ന് ഹൃദയം പുറത്തെടുക്കണം, അല്ലെങ്കിൽ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ അത് നശിപ്പിക്കണം. വേണ്ട, അതൊന്നും വേണ്ട. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്റെ അച്ഛൻ വന്നിട്ട് വേണ്ടതൊക്കെ ചെയ്തോളൂ. ഏതായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നാളെ ബോഡി വിട്ടു കിട്ടുള്ളൂ. സൂര്യൻ തിരുമേനെ വിവരം അറിയിച്ചോ? അദ്ദേഹം വരാൻ കൂടുതൽ താമസിച്ചാലോ? അതുവരെ ഈ ബോഡി വെച്ചുകൊണ്ടിരിക്കുന്നത് ആപത്താണ്. അച്ഛൻ രാവിലെ എത്തും. അതുവരെ ചേച്ചിയുടെ ബോഡി മോർച്ചറിയിൽ വെക്കാം. Ah!